ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണ്. നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പവും മുട്ടക്കറി ആയിരുന്നു, കൂടെ ഒരു കപ്പ് ചായ. ഓക്കെ, മുട്ടക്കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചൊരു മുട്ടക്കറി ആയിരുന്നു കേട്ടോ. മസാലയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മുട്ടക്കറി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ദാഹം. അപ്പം ഒരു ഗ്ലാസ്സോളം കരിക്കും വെള്ളം റെഡിമെയ്ഡാണ്, അത് കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയം 2:30 കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ചോറിന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറിന് കൂണ് മെഴുക്കുവരട്ടിയുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തതുണ്ട്, പിന്നെ നമ്മൾ തന്നെ പിടിച്ച നമ്മളുടെ ബ്രീം ഫിഷ് വറുത്തതുണ്ട്. ഇത്രയാണ് നമുക്ക് ചോറിന്. കൂൺ മെഴുക്കുവരട്ടി എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റാണ്. കൂണിനെ എന്താക്കി കഴിച്ചാലും എനിക്കിഷ്ടമാണ്. അപ്പം ഈ കൊണ്ടാട്ടമുളക് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. നമുക്ക് സാമ്പാർ മുളക് പോലത്തെ എരിവില്ലാത്തതാണ്. ഞാൻ ഇത് കൂളായിട്ട് കഴിക്കുന്നത് എരിവില്ലാത്തതുകൊണ്ടാണ്. ഇത് നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്, അത് ഞാൻ കൊണ്ടാട്ടമാക്കി മാറ്റിയതാണ്. പിന്നെ ബ്രീം ഫിഷ്, അത് നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഫിഷിങ് ചെയ്യണമെങ്കിൽ നെൽസൺ ബേ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ വന്ന് ഫിഷ് ചെയ്യാം, നല്ല സ്ഥലമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡയറി മിൽക്കിൻ്റെ മൂന്ന് കഷ്ണം ഡയറി മിൽക്ക് കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിനും വേണ്ട ഗാലിപ്പോടെ മിനി റാസ്ബെറി ആൻഡ് പൈനാപ്പിളിൻ്റെ ഒരു ഐസ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഇതൊരു പൈനാപ്പിൾ റാസ്ബെറി ഫ്ലേവറാണ്. പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് നന്നായിരുന്നു. വൈകിട്ടത്തേക്ക് ഡിന്നറിന് നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ പ്ലം അച്ചാറും ചൂടുവെള്ളവും. ചിക്കൻ ഫ്രൈഡ് റൈസും പ്ലം അച്ചാറും. പിന്നെ രാത്രി കിടക്കാറായപ്പോഴേക്കും ഒരു 5 ലോങ്കൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചു. ലോങ്കൻ ഫ്രൂട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ലോങ്കൻ ഫ്രൂട്ട് കിവിയോട് അത്ര താല്പര്യമില്ല, പക്ഷേ ലോങ്കൻ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ്. അതൊരു 5-6 എണ്ണം അതും കഴിച്ചു. അത്ര